ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ അറിഞ്ഞൊരു വേദനിപ്പിക്കുന്ന സംഭവം നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ചൂരൽമലയിലെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കുറേ നാളായിട്ട് കണ്ടും കേട്ടും ഇരിക്കുക അല്ലേ. അപ്പം ആ വേദനയൊക്കെ കുറേയൊക്കെ ആൾക്കാർ ഒന്ന് മറന്ന് തുടങ്ങിയല്ലേ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് 24 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മോൾക്ക് കിട്ടിയ വിധിയുടെ പ്രഹരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചൂരൽമലയിലെ ഉരുളുപൊട്ടലിൽ അമ്മയും അച്ഛനും കുടപ്പറപ്പുകളും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം നഷ്ടപ്പെട്ട ശ്രുതി എന്ന മോൾക്ക് താങ്ങായി തണലായി കൂടെ കൈപിടിക്കാൻ നല്ല മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജെൻസൻ. അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ. എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ സമാധാനിക്കാൻ സ്വന്തമായിട്ട് ഒരാളെങ്കിലും ഉണ്ടാകുക, അതങ്ങനെ വേദന അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ അല്ലേ. പ്രത്യേകിച്ചും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മോൾക്ക്. അവൾ മേപ്പാടി മിംസിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് മാത്രമാണ് അന്ന് ഉരുളുപൊട്ടലിൻ്റെ സമയത്ത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ അവൾ രക്ഷപ്പെട്ടത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ, വെള്ളാരംകുന്നിൽ വെച്ച് നടന്ന ആക്സിഡൻറ്റിൽ ശ്രുതിയെ തനിച്ചാക്കിയിട്ട് ജെൻസൺ യാത്രയായി. ശ്രുതിക്ക് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായില്ല, പക്ഷേ ജെൻസൺ പോയി. ഈ വേദന ശ്രുതിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും അല്ലേ. നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ പെൺകുട്ടിയെ പറ്റി ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഒത്തിരിയേറെ നെഞ്ചിന് വിങ്ങലുണ്ടാക്കുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനിയും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിസ്സാര കാര്യങ്ങൾക്ക് വാശിയും വൈരാഗ്യവും കാണിക്കുന്ന മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് വ്യക്തിപരമായി ചിന്തിച്ചാൽ മനസ്സിലാവും. കൂടെ ശ്രുതിക്ക് ഈ വേദന താങ്ങാനുള്ള ശക്തി സർവേശ്വരൻ കൊടുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും പ്രാർത്ഥനയിൽ ഒരിക്കലെങ്കിലും ഈ മോളെ ഒന്ന് ഉൾപ്പെടുത്തണേ, അവൾക്ക് വേദന താങ്ങാനുള്ള ശക്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഇതൊരു വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ.